ഉദരത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. പുറകെട്ടുപോയ ഉപ്പായ എന്നെ പുറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവെന്നെ നയിക്കും പോലെൻ ജീവിത പാതയിൽ തുടരാൻ. ആത്മാവെന്നെ നയിക്കും പോലെൻ ജീവിത പാതയിൽ തുടരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, യേശുവാകുന്ന സത്യം തിരിച്ചറിയുന്നതോടുകൂടി മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരികയുള്ളൂ. വേണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകള്, നിങ്ങളുടെ കണ്ണീരുകള്, നിങ്ങളുടെ മുട്ടുകുത്തലുകള് ലോകത്തിന്റെ അതിർത്തികൾ വരെയും ഉയരുന്നുണ്ടാകാം. പക്ഷെ ഓർത്തുകൊള്ളുക, ഇതിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ, യേശുവിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നതെങ്കിൽ, സർവശക്തനായ ദൈവത്തിന് നിങ്ങളെ തൊടുവാൻ പറ്റും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നമ്മൾ ഇനിയാണ് കേൾക്കുവാൻ പോകുന്നത്. നമുക്കറിയാം, ജ്ഞാനത്തിന് ഉപരിയാണ് ദൈവം. സർവജ്ഞാനങ്ങളുടെയും ആകത്തുകയാണ് ദൈവം. പക്ഷേ ലോകം ഈ ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ട് ദൈവം എന്തെന്ന്, എങ്ങനെയെന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റാതെ പോകുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഇന്ന് ഒരു സെക്കൻഡ് ദൈവത്തിന് വിട്ടുകൊടുക്കുമെങ്കിൽ നമ്മുടെ അകത്തളത്തിൽ ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന ജ്ഞാനത്തിന്റെ തികവ് വളരെ വലുതാണ്. പ്രിയ ദൈവജനമേ, പഴയ നിയമവും പുതിയ നിയമവുമായി ബൈബിൾ രണ്ടായി വിഭജിച്ചിരിക്കുന്നു. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവം തെരഞ്ഞെടുത്ത ചില പ്രത്യേക വ്യക്തികളെ മാത്രം ദൈവം സൗഖ്യം നൽകിയിരുന്നു. അതായത് ദൈവം തെരഞ്ഞെടുത്ത ദൈവജനത്തിൻ്റെ പ്രശ്നങ്ങളിൽ മാത്രമാണ് ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നത്. ചെങ്കടലും അതുപോലെ ജെറീക്കോയും മന്നയും ബാധിതകളിലും ദൈവം ഇടപെട്ടുമ്പോൾ ഓർക്കുക, അത് പ്രത്യേകമായി ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ വംശത്തിന് വേണ്ടി മാത്രമാണ് ദൈവം അത്ഭുതം ചെയ്തത്. എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ ചില പ്രത്യേക വ്യക്തികളെ തിരഞ്ഞെടുത്ത് ഒരായിരക്കണക്കിന് ആളുകളുടെ നടുവിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെ തിരഞ്ഞെടുത്ത് ദൈവം സൗഖ്യം നൽകിയിരുന്നു. എന്നാൽ പുതിയ നിയമം വരുമ്പോൾ ദൈവത്തിൻ്റെ സൗഖ്യം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ
നമ്മൾക്ക് കാണുവാൻ പറ്റുക എല്ലാവരിലും. എന്ന് വെച്ചാൽ ഒരു വലിയ ജനം മുഴുവൻ ഉണ്ടെങ്കിൽ ആ മുഴുവൻ ജനത്തിനും സകലരുടെയും മേൽ ദൈവം തൻ്റെ കരവിരുത് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കടന്നുവരവോടുകൂടി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം സൗഖ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈ സൗഖ്യമെന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ക്യാൻസറിനൊരു സൗഖ്യമോ ഒരു രോഗത്തിനൊരു സൗഖ്യമോ മാത്രമായല്ല ബൈബിൾ വിവക്ഷിക്കുക. ബൈബിൾ പ്രകാരം എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടുവാനുള്ളതല്ല. ചില രോഗങ്ങൾ ദൈവം സഹനങ്ങളായി സഭയുടെ വളർച്ചയ്ക്കായി ദൈവം മാറ്റിവെക്കാറുണ്ട്. എന്നാൽ എല്ലാ രോഗങ്ങളും ദൈവത്തിന് ആശ്വസിപ്പിക്കാൻ കഴിയും. എല്ലാ രോഗികളും ആശ്വസിപ്പിക്കപ്പെടേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതേസമയം ദൈവ പദ്ധതിയെങ്കിൽ ഒരു രോഗത്തെ മാറ്റുവാനും ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് പ്രകടമായി കടന്നു വരാത്തത് കൊണ്ട് തെരഞ്ഞെടുത്ത ചില വ്യക്തികളിൽ പരിശുദ്ധാത്മാവിനെ അയച്ച് ദൈവം സൗഖ്യം നൽകി. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കടന്നുവരവോടുകൂടി ആ വ്യക്തി ഏത് സാധ്യതയിലും ഏത് സാഹചര്യത്തിലും കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആ വ്യക്തിയെ തൊടുവാൻ കഴിയും. കഴിഞ്ഞ നാളിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു രസകരമായ സൗഖ്യമെന്ന് പറയുക, ഓർക്കുമ്പോൾ ശരീരത്തിൽ കുളിര് കോരുന്നൊരു സൗഖ്യമാണ്. കാലിക്കട്ടുള്ള ബെറ്റി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഡിസ്കിന് പ്രലാപ്സും നട്ടലിന് വേദനയുമായി ഡോക്ടർ വിധി എഴുതി ബെഡ് റെസ്റ്റിലൂടെ കടന്നുപോയി. അവൾ ബെഡ് റിഡനായി. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഈ സമയം ഇവളുമായി നേരത്തെ ധ്യാനത്തിൽ വരികയും പരിചയമുള്ളത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ പെട്ടെന്ന് രോഗിയായതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടാതിരുന്നത് കൊണ്ട് ഇവൾ രോഗിയായി എന്ന് ഞങ്ങൾക്കറിയാൻ പറ്റിയില്ല. ഒരു ദിവസം അർദ്ധരാത്രിയിൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ അടച്ചിട്ട മുറികളിലൂടെ കടന്നു എന്ന ഞങ്ങളുടെ രൂപത്തില് ഈ പെൺകുട്ടിയോട് പറഞ്ഞു, ബെറ്റി എഴുന്നേക്ക്, നടക്കുവാൻ ദൈവം ആജ്ഞാപിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ ശ്രദ്ധിക്കുക, ഒരു കാരണവുമില്ലാതെ ബെൽറ്റ് ഇട്ടിരുന്ന വെയിറ്റ് ഇട്ടിരുന്ന പെൺകുട്ടി എഴുന്നേറ്റ് കട്ടിൽ എഴുന്നേറ്റ് ചാടി നടന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഈ പെൺകുട്ടി പറയുകയാണ്, ആ സെക്കൻഡ് തൊട്ട് ഇത്രയും മണിക്കൂറുകൾ എന്റെ ഡിസ്കിന് പ്രലാപ്സോ നട്ടലിന്റെ വേദനയോ ഇപ്പോൾ ഇല്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഞങ്ങള് അത്ഭുതപരന്തരായി. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഒരു കാര്യം ശ്രദ്ധിച്ചു കൊള്ളുക, ദൈവത്തിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ദൈവം എടുക്കുന്ന മെത്തഡോളജി എന്ന് പറയുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മെത്തഡോളജിയാണ്. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന് ഏതു വ്യക്തിയെ, ഏത് സാഹചര്യത്തെ, ഏതു വഴിയിലൂടെ എങ്ങനെ തൊടണമെന്ന് നമ്മുടെ ചിന്തകൾക്ക് അതീതമായി ദൈവം ചിന്തിക്കുന്നു. എന്ന് വെച്ചാൽ എന്റെയോ നിന്റെയോ ചിന്തകൾക്ക് അതീതമാണ് ദൈവത്തിന്റെ ചിന്തകള്. ദൈവത്തിന് ഒരാളെ തൊടണമെങ്കിൽ ദൈവത്തിന് തൊടുവാൻ ഒരു മുടക്കമോ ഒരു തടസ്സമോ ഇല്ല. കാരണം അവൻ ദൈവമാണ്, അവൻ ദൈവമാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഈ ദൈവത്തെ വിശ്വസിക്കുന്നതോടുകൂടി മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ. ജ്ഞാനിയായ, ജ്ഞാനത്തിന്റെ തികവായ ഈ യേശു ആരെന്ന് തിരിച്ചറിയണം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, രണ്ട് തരത്തിലുള്ള ആംഗിളുകളാണ് ദൈവം സൗഖ്യത്തിനായി ബൈബിളിൽ നൽകുക. ഞാൻ പഴയ നിയമത്തിലുള്ള രണ്ട് വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ എടുത്തു വെക്കുകയാണ്. ഒന്ന് മോശ, രണ്ട് ജോഷുവ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് നയിച്ചത് മോശയാണ്. എന്നാൽ മോശയ്ക്ക് കാനാൻ ദേശത്തെത്തുവാൻ സാധ്യതയുണ്ടായില്ല. കാരണം ദൈവം നേരത്തെ മോശയെ എടുത്തു. പിന്നീട് മോശയ്ക്ക് ശേഷം ജോഷുവയെ ദൈവം നയിക്കുകയും ജോഷുവയിലൂടെ
ജനം കാനാൻ ദേശത്തേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ കാണേണ്ട രണ്ട് വ്യക്തികളുണ്ട്. ഒന്ന് മോശ, രണ്ട് ജോഷുവ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരേ, വേണമെങ്കിൽ മോശയും ജോഷുവയും രണ്ട് വ്യക്തികളാണെന്ന് നമുക്ക് തോന്നാം. ഈ രണ്ട് വ്യക്തികളുടെ ജീവിതം എടുത്താൽ ഓർക്കുക, മോശ എന്നത് യേശുവിന്റെ നിഴലാണ്. എന്ന് വെച്ചാൽ തൻ്റെ ജനത്തെ ഈജിപ്താകുന്ന പാപത്തിൽ നിന്ന് കാനാനാകുന്ന ഇസ്രായേലാകുന്ന നിത്യജീവനാകുന്ന വലിയ ദേശത്തേക്ക് നയിക്കുന്ന യേശു, ആ യേശുവിന്റെ നിഴലായി മോശ കടന്നു വരുന്നു, ഒരു വലിയ ജനത്തെ നയിക്കുന്നു. പക്ഷേ ജോഷുവ ആണ് ഈ ജനത്തെ കാനാൻ ദേശത്ത് എത്തിക്കുന്നത്. എന്ന് വെച്ചാൽ മോശയും ജോഷുവയും ഒരുപോലെ ദൈവത്തിന്റെ യേശുവിന്റെ നിഴലാണ്. യേശുവിന്റെ പഴയ നിയമ കാലഘട്ടത്തിന്റെ നിഴലാണ് മോശ. എന്നാൽ യേശുവിന്റെ വരാനിരിക്കുന്ന കുരിശുമരണത്തിന് ശേഷം നടക്കാൻ പോകുന്ന അനുഗ്രഹമാകുന്ന നിഴലാണ് ജോഷുവ. മോശയും ജോഷുവയും യേശുവിന്റെ ദൈവത്തിന്റെ രണ്ട് സാധ്യതകളെ, സാഹചര്യങ്ങളെ വ്യക്തമാക്കുന്നു. പോയിന്റ് നമ്പർ 1, രണ്ട് സാഹചര്യങ്ങൾ മോശയുടെയും ജോഷുവയുടെയും മുന്നിൽ ഒരുപോലെ കടന്നു വരുന്നുണ്ട്. ബൈബിൾ ചരിത്രമെടുത്താൽ ബൈബിളില് വെള്ളം പകുക്കപ്പെടുന്നത് രണ്ട് തവണയാണ്. ഒന്ന്, ചെങ്കടൽ ദൈവം പകുക്കുന്നു. രണ്ട്, ജോർദാൻ ദൈവം പകുക്കുന്നു. രണ്ടിടത്തും അതിനെ ലീഡ് ചെയ്യുന്നത് രണ്ട് വ്യക്തികളാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരേ, പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം ഈ വാക്യത്തില് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകും, മോശയും ജനവും ചെങ്കടലിന്റെ മുമ്പിൽ നശിക്കുമെന്ന് കരുതി ജനം ദൈവത്തോട് മല്ലടിക്കുന്നു. മറുതലിച്ചവർ ദൈവത്തോട് മറുതലിച്ചവർ മോശയുടെ മുന്നില് കോപാകുലരാകുന്നു. ഈ സമയം മോശ അവരോട് പറയുന്നു, നിങ്ങൾ എന്തിനു ഭയപ്പെടണം? നമ്മൾ വിശ്വസിക്കുന്നത് ദൈവത്തിലല്ലേ? മോശയോട് ദൈവം മറുപടി പറഞ്ഞു. പുറപ്പാട് 14:14, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, എന്നാൽ ദൈവം നിങ്ങൾക്കായി യുദ്ധം ചെയ്യും. ശ്രദ്ധിച്ചോണേ, അത്രയും വലിയ ജനം, ലക്ഷക്കണക്കിന് ആളുകള്, 16 ലക്ഷം പുരുഷന്മാരും അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഉൾപ്പെടുന്ന ലക്ഷങ്ങളോളം ജനത്തോട് ദൈവം പറയുന്നു, ശാന്തരായിരിക്കുക, ദൈവം നിങ്ങൾക്കായി യുദ്ധം ചെയ്യും. ചില ക്യാൻസറിൽ ദൈവം നിങ്ങളോട് പറയും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ദൈവം നിങ്ങൾക്കായി യുദ്ധം ചെയ്യും. ചില ട്യൂമറുകളില്, കിഡ്നി രോഗങ്ങളില്, ബാധ്യതകളില് എല്ലാം തീരുമ്പോൾ ദൈവം പറയും, നിങ്ങൾ ശാന്തരായിരിക്കുക, ദൈവം നിങ്ങൾക്കായി യുദ്ധം ചെയ്യും. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരേ, രാവെളുപ്പോളം ഉഷ്ണക്കാറ്റയച്ച് ചെങ്കടലിന് മുകളില് ദൈവ സാന്നിധ്യം വന്ന് ചെങ്കടൽ രണ്ടായി വിഭജിക്കപ്പെട്ട ചരിത്രത്തിലും സയൻസിലും അനുഗ്രഹമായി മോശയിലൂടെ ദൈവജനം അനുഗ്രഹം പ്രാപിച്ചു. എന്നാൽ പുതിയ നിയമത്തിന്റെ നിഴലായ ജോഷുവയുടെ കാലഘട്ടത്തിൽ ദൈവം ജോർദാൻ കടന്നു വരികയാണ് ജോഷുവയുടെ മുന്നിൽ. വീണ്ടും അതുപോലൊരു സംഭവം. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം. ജനം വീണ്ടും കോപാകുലരായി. അവർ ദൈവത്തിന്റെ മുന്നില് അതെല്ലാം മറന്ന് ജോഷുവയുടെ മുന്നിൽ നിലവിളിച്ചു. ജോഷുവ അവരോട് പറഞ്ഞു ഒരു വാക്യം, ഇതാണ്. ഇങ്ങനെ പറഞ്ഞു, 3-ാം അധ്യായം 5-ാം വാക്യം, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവേൻ, നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതം ചെയ്യും. ശ്രദ്ധിച്ചോണേ, നിങ്ങൾ നിങ്ങളെ വിശുദ്ധീകരിക്കുവേൻ, നാളെ ദൈവം നിങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യും. മോശ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യണ്ട, ദൈവം നിങ്ങൾക്കായി ചെയ്യും. ജോഷുവ പറഞ്ഞു, നിങ്ങൾ ചെയ്യണം, നിങ്ങൾ നിങ്ങളെ വിശുദ്ധീകരിക്കണം,
നിങ്ങൾ നിങ്ങളെ വിശുദ്ധീകരിക്കുമെങ്കിൽ മാത്രമേ നാളെ നിങ്ങളുടെ മേൽ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റുകയുള്ളൂ. രണ്ട് സാധ്യതകള് ദൈവം ഇവിടെ എടുത്തു വെക്കുന്നു. മോശയുടെ കാലത്തിൽ ദൈവം ആവശ്യപ്പെടുന്നു, നിങ്ങളൊന്നും ചെയ്യണ്ട. എന്നാൽ ജോഷുവയുടെ കാലഘട്ടത്തിൽ ദൈവം ആവശ്യപ്പെടുന്നു, നിങ്ങൾ ചെയ്യണം, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതം ചെയ്യും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഇത് ജോഷുവയുടെ കാലഘട്ടമാണ്, ഏലിയായുടെ കാലഘട്ടമാണ്, ഇത് എസക്കിയേലിന്റെ കാലഘട്ടം, ജെറമ്യായുടെ കാലഘട്ടം, ഇത് പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടം, പ്രവചനങ്ങളുടെയും നിറവിന്റെയും കാലഘട്ടം. ദൈവം നമ്മളോട് ആവശ്യപ്പെടുക ശാന്തരായി എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കാനല്ല. ദൈവം ആവശ്യപ്പെടുന്നു, നിങ്ങൾ നിങ്ങളെ വിശുദ്ധീകരിക്കണം. നിങ്ങൾ നിങ്ങളെ വിശുദ്ധീകരിക്കുമെങ്കിൽ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതം ചെയ്യുമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, അഭിഷേക നിറവ് തുടങ്ങുകയാണ്. അഭിഷേകത്തില് ഒരു നിറവ്, ഒരു വലിയ ശക്തി എൻ്റെ ജീവിതത്തിൽ വരണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നു, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കണം. 2 കൊരിന്ത്യൻസ് 7-ാം അധ്യായം 1-ാം വാക്യം ബൈബിൾ പറയുന്നു, പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഈ വാഗ്ദാനങ്ങൾ നിലവിലുള്ളതിനാൽ നമ്മളെ ഭാരത്തിലേക്ക് നീക്കുന്ന, നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ സകല ഭാരത്തിൽ നിന്നും നമ്മൾക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഇത് ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവം എൻ്റെ മേൽ ഇടപെടണമെന്ന് മോശയുടെ കാലഘട്ടം പോലെ ആഗ്രഹിക്കരുത്. പിന്നെയോ ഇത് പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടം. അപ്പോസ്തലപ്രവൃത്തികൾ 1:8 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പ്രിയ ദൈവജനമേ, ശക്തി പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ഒരു വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകാതെ സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. സൗഖ്യം, ഒരു അനുഗ്രഹം, ഒരു വലിയ കരുതൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കി ഞാൻ എന്നെ തന്നെ ദൈവത്തിന് മുന്നിൽ ഒരു തുറന്ന പുസ്തകം പോലെ വെക്കാതെ കാര്യങ്ങൾ മാറ്റമില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നിങ്ങൾ വിശ്വസിക്കേണ്ടത് യേശു എന്നത് ഓംനി പ്രസന്റ് ഗോഡാണ്. എന്ന് വെച്ചാൽ സർവ വ്യാപിയായ ദൈവം. 2 ഓംനീഷ്യൻ ഗോഡാണ്. എന്ന് വെച്ചാൽ സർവ ജ്ഞാനിയായ ദൈവം. 3 ഓംനി പൊട്ടൻ ഗോഡാണ്. എന്ന് വെച്ചാൽ സർവ ശക്തനായ ദൈവം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ശ്രദ്ധിച്ചു കൊള്ളുക. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, ഈ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. വീണ്ടും ഓർക്കുക, അവൻ ക്രിയേറ്റർ, സൃഷ്ടാവാണ്. 2 അപരിമേയനാണ്. എന്ന് വെച്ചാൽ പരിമിതികളില്ലാത്ത ദൈവമാണ്. 3 അവൻ നിത്യനായ ദൈവമാണ്. ഇങ്ങനെ ദൈവത്തെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുകയുള്ളൂ. പ്രിയ ദൈവജനമേ, ഒരു കാരണവുമില്ലാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ഒരു രോഗവും കടന്നു വരില്ല. ഒരു കാരണവുമില്ലാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലും രോഗം അല്ലെങ്കിൽ ഒരു പ്രശ്നം കടന്നു വരില്ല. അത് ബാധിതയായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ക്യാൻസർ ആയിക്കൊള്ളട്ടെ, ലിവർ സിറോസിസ് ആയിക്കൊള്ളട്ടെ, there is a reason for everything. Point number 1. Point number 2, നമ്മുടെ ഒരു വിചാരമുണ്ട്, ദൈവം എന്നെ ശിക്ഷിച്ചത് കൊണ്ട്, എന്നെ പണിഷ് ചെയ്തത് കൊണ്ട് ഞാൻ രോഗിയായി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, തെറ്റാണ്. ദൈവം ഒരു പാപിയെയും
ശിക്ഷിക്കുന്നില്ല. ശിക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കില്ല. കാരണം ദൈവം ദൈവവും നല്ലവനുമാകയാൽ ദൈവം ഒരു മനുഷ്യനെയും ശിക്ഷിക്കില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതെന്റെ ജീവിതത്തിൽ കടന്നു വന്നത്? കാരണം എൻ്റെ ജീവിതത്തിൽ ഇത് കടന്നു വരുവാൻ കാരണം എൻ്റെ പ്രവർത്തികളാണ്. റോമ 6:23 പാപത്തിന്റെ ശമ്പളം മരണമാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, കാരണം എന്തെന്ന് നമ്മൾ കണ്ടെത്തണം. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 10, 11, 12 വാക്യങ്ങളിൽ ബൈബിൾ പറയുന്നു, ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല. ആരും സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെ വിളിച്ചു വരുത്തരുത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ശ്രദ്ധിച്ചുകൊള്ളുക, ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല. ഒരു വ്യക്തിയിലും രോഗമേകി നശിപ്പിച്ച ദൈവം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു രോഗമോ ഒരു പ്രശ്നമോ എൻ്റെ ജീവിതത്തിൽ വരണമെങ്കിൽ അതിനുള്ള കാരണം എൻ്റെ അകത്ത് ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട്. ബാറൂക്ക് 4 പറയുന്നു, അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ നിങ്ങൾ എൻ്റെ അരികിലേക്ക് തിരികെ വാ. യെശയ്യാ 59:1-2 രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതിന് മാന്ദ്യമില്ല. പക്ഷേ എന്നെ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു നിന്റെ അകൃത്യങ്ങൾ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഈ അഭിഷേക നിറവില് ഞാൻ തീരുമാനിക്കേണ്ടത് എൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന രോഗത്തിന് കാരണത്തെ ഞാൻ കണ്ടെത്തുമെങ്കിൽ എൻ്റെ അകത്തുള്ള രോഗത്തെ ദൈവത്തിന് എടുത്തു മാറ്റുവാൻ കഴിയും. ഓർക്കുക, ഒരു പാപവും പാപമായി കടന്നു പോകത്തില്ല. പാപം നാശത്തെ, രോഗത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും.